വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിച്ചിട്ടുണ്ടാവല്ലോ, ഇതെന്താണ് രണ്ട് പഴയ ചാക്ക് വെച്ചിട്ട് എന്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ വീഡിയോ വേറെ ഒന്നല്ല, നമ്മള് ഒരു മാസത്തെ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള പലചരക്ക് സാധനങ്ങൾ ഒരുമിച്ച് നമ്മുടെ കോട്ടപ്പുറം ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അൺബോക്സ് നമ്മളെ വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിനു മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഒരുപാട് അറിയാം. പിന്നെ ഒരുമിച്ച് കാശില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാൾ വാങ്ങിക്കാതിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മാസം എന്തായാലും വാങ്ങിക്കാം. കാരണം അപ്പ കുറച്ച് ഇപ്പൊ പഞ്ചസാര ആയാലും നമ്മുടെ വെളിച്ചെണ്ണ ആയാലും അപ്പ തീർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് വാങ്ങിക്കാം. പിന്നെ പോയി സൂചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. സൂചേട്ടൻ അങ്ങനത്തെ കാര്യം ഇഷ്ടമല്ല. എനിക്ക് ഇത്തിരി മറവി രോഗം ഉള്ളതുകൊണ്ട് ഇപ്പൊ മുളക് തിന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ മറന്നു പോകും. ഒന്നുമില്ല പായോന്ന് പറഞ്ഞു. പിന്നെ മുളക് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും മുളക് പൊടി ഇല്ലാന്ന് അറിയണത്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. സൂചേട്ടൻ്റെ കഴിഞ്ഞ് ചീത്ത കൊള്ളു അതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് എന്നാ വാങ്ങിക്കാം. ഇനിയിപ്പോ സൂചേട്ടനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ അപ്പൊ മേടിക്കേണ്ടുള്ളൂ. ഒരു 1.5 മാസത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ ഈ 2 ചാക്കിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം അപ്പൊ കടയിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ കോട്ടപ്പുറത്ത് ഇന്നലെ രാത്രി 7:30 പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങി ഫോൺ ഉപയോഗിച്ച് ആ ഒരു സമയത്തേക്ക് 4% ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഗൂഗിൾ പേ ചെയ്യാനും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചാർജർ കൊണ്ടാണ് ഈ സാധനം മേടിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കണം. അപ്പൊ തുടങ്ങി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ്. കാരണം അതൊരു കണ്ടന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നും കരുതിട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും ലിസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരു ഗൈഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റൊക്കെ എഴുതുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. പക്ഷെ നടന്നില്ല. ഫോണിൽ ചാർജ് ഉണ്ടായില്ല. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോദിച്ചാൽ പറഞ്ഞു ലിസ്റ്റ് എഴുതിക്കോ പോവാ. അങ്ങനെ ഞാൻ അമ്മയും കൂടെ ലിസ്റ്റ് എഴുതിയിട്ട് പോയി മേടിച്ചതാണ് കേട്ടത്. അപ്പൊ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചെറിയ ഒരു ചാക്ക് പൊട്ടിക്കാം. എന്തൊക്കെയാണ് ഇതിലുള്ളിൽ ചെറിയ ചാക്ക്. ഞാൻ ക്യാമറ ഓണല്ലാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഓർഡറിലൊന്നല്ല ഇട്ടിരിക്കുന്നത്, തോന്നിയ പോലെയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിനനുസരിച്ച് മുകളിലുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല മുകളിൽ നിന്ന് എടുക്കാണ്ട. അപ്പൊ ആദ്യം തന്നെ ഉള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിക്ക് കിലോന് എത്രയാണെന്ന് അറിയോ? 375 രൂപയാണ്. അപ്പൊ കാക്കിൽ എടുത്തുള്ളൂ ഗൈസ്. അപ്പൊ കുറച്ച് വെളുത്തുള്ളി എടുത്താൽ മതി വിചാരിച്ചു. ഇങ്ങനെ മേടിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ എത്രത്തോളം വിലയാണ് ഇവർ മേടിച്ചുകൊണ്ട് തന്നെ സാധനത്തിന് മനസ്സിലാവും. നമുക്ക് ഇവർ മേടിച്ചുകൊണ്ട് തന്നെ സാധനം ഉപയോഗിച്ചാൽ മാത്രം മതി. അത് മേടിക്കണം. അവരെ ചിന്ത തലഞ്ചേക്ക് 375 രൂപയാണ് കേട്ടോ കിലോ വെളുത്തുള്ളിക്ക്. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമല്ലേ ഗൈസ്. പിന്നെ ഒരു കുപ്പി അച്ചാർ വാങ്ങിച്ചു കേട്ടാ. കട്ട് മാംഗോ പിക്കിൾസ് മദേഴ്സ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി അച്ചാർ വാങ്ങിച്ചു. പിന്നെ സോപ്പ് ഇട്ടാ, വിവലിന്റെ സോപ്പാണ്. ഞാൻ കുറച്ചും കൂടി അടുത്ത് ഇരുന്നിട്ട് കാണിക്കാട്ടാ. വിവലിന്റെ ക്യാമറ ഒന്ന് അടുത്ത് കാക്കാം. ക്യാമറ അപ്പോ വിവലിന്റെ സോപ്പ് വാങ്ങിച്ചു. ഇത് 1 2 3 4 5 പാക്കറ്റിന് എത്രയാ? 100 രൂപ ഉള്ളൂ കേട്ടോ. 5 എണ്ണത്തിന് 100 രൂപ. ഇതിന്റെ ശരിക്കും MRP വില 40 രൂപയാണ്. അപ്പൊ 4 5 20 200 രൂപ വേണ്ടി വരും. 100 രൂപ ഉള്ളൂ കേട്ടോ 4 എണ്ണത്തിന് ഒരുമിച്ച് വാങ്ങിക്കുവാണെങ്കിൽ. ഇത് ചന്തയിൽ നിന്നാണ് നമ്മൾ സാധാരണ കടക്കാർ വാങ്ങിക്കില്ലേ ഹോൾസെയിലായിട്ട്. അപ്പൊ അങ്ങനെ മേടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കടക്കാർ വാങ്ങിക്കുന്ന പ്രൈസിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് വിവല്. 5 എണ്ണം വാങ്ങിച്ചു കേട്ടോ. പിന്നെ സുക്രൂന്നൊരു ഡാർക്ക് ഫാന്റസി കണ്ടപ്പോൾ അത് വാങ്ങിച്ചതാണ്. അത് ഇതിൽ കൂട്ടേണ്ട ഒരു കാര്യമല്ല. പിന്നെ നെയ്യ് ഒരു കുപ്പി വാങ്ങിച്ചു. നെയ്യൊക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെയ്യ് എപ്പോഴും ഞാൻ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ചേർക്കാറുണ്ട്. നെയ്യ് ബട്ടറൊക്കെ വല്ലപ്പോഴും മേടിക്കുമ്പോൾ അതെങ്ങനെ ചേർക്കുന്നല്ലാണ്ട് നെയ്യ് എപ്പോഴും ആവശ്യമാണ് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് കടുക് വാങ്ങിച്ചു കേട്ടോ. കടുക് വാങ്ങിച്ചു. അതേപോലെ തന്നെ പാരച്യൂട്ട് വെളിച്ചെണ്ണ, നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പാരച്യൂട്ട് വെളിച്ചെണ്ണയാണ്. ഇതിന്റെ വലുതുണ്ടായിരുന്നില്ല അവിടെ.
അതുകൊണ്ട് തന്നെ 2 വാങ്ങിച്ചു കേട്ടോ. ഇത് ചിലപ്പോൾ തികയത്തില്ല, നോക്കാം. പിന്നെ പവിത്രത്തിൻ്റെ ഒരു നല്ലെണ്ണ വാങ്ങിച്ചു കേട്ടോ. മറ്റേ ഞങ്ങൾ സ്വർണ്ണമാണ് വാങ്ങിക്കുന്നത്, സ്വർണ്ണത്തിന് ഇത്ര കാശുണ്ടായില്ല. പക്ഷെ പവിത്രത്തിന് ഇച്ചിരി വില കൂടുതലാണ്, 118 രൂപയുണ്ട്. നമുക്ക് 109 രൂപയ്ക്ക് അങ്ങോട്ടാണ് കിട്ടിയത്. പക്ഷെ സ്വർണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു, സ്വർണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ലെണ്ണ. പിന്നെ മസാലപ്പൊടി വാങ്ങിച്ചു കേട്ടോ. മസാലപ്പൊടിക്ക് 60 രൂപയുടെ ഇരിക്കണം, 60 രൂപ. എനിക്ക് അറിയണ വിലകളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഈ കടല പയറിൻ്റെ ഒക്കെ വില എനിക്കറിയില്ല കേട്ടോ. കടല, വെള്ളക്കടല, പയറ്, പിന്നെന്താ ഉഴുന്നും പരിപ്പ്. നമ്മളെപ്പോഴും പച്ചരിയും ഉഴുന്നും കൂടെ അടിച്ച് മാവടിക്കാറുണ്ടല്ലോ, അപ്പോൾ അത് ഉഴുന്നും പരിപ്പ് വളരെ മസ്റ്റാണ്. അതേപോലെ തന്നെ ചന്ദനത്തിരി. നമ്മൾ ഫ്രൂട്ട്സ് ചന്ദനത്തിരിയാണ് നോക്കിയത്, പക്ഷെ അത് കണ്ടി അതുകൊണ്ടുള്ള ചന്ദനത്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2 വാങ്ങിച്ചോളൂ. ചന്ദനത്തിരി വേണമെങ്കിൽ നമുക്ക് അപ്പം മേടിക്കാം, ചന്ദനത്തിരി. പിന്നെ വിവലിൻ്റെ കൂടെ തന്നെ ഈ പുഷ്പവേദയുടെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ പുഷ്പവേദ മേടിച്ചിട്ടാണ്. ഇപ്പം ഇതിന് മഞ്ഞപ്പൊടിയുടെ സ്മെല്ലാണ്, ഈ മല്ലിപ്പൊടിയൊക്കെ കൂടി ഇരുന്നിട്ട് മല്ലിപ്പൊടിയുടെ സ്മെല്ല്. പാക്കറ്റ് തുറക്കുമ്പോഴാണ് അതിൻ്റെ മണം വരെ. പുഷ്പവേദ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പുഷ്പവേദ വാങ്ങിച്ചു, വിവൽ വാങ്ങിച്ചു. ഇനി കുറേ നാളത്തേക്ക് സോപ്പ് വേണ്ട കാര്യം. പിന്നെ നമ്മൾ വിംബാർ വാങ്ങിച്ചു കേട്ടോ. വിംബാർ 2 വാങ്ങിച്ചു, 2 സംഭവം. ഇത് കുറേ നാളത്തേക്ക് നിന്നോളൂ കേട്ടോ. എനിക്ക് ലിക്വിഡ് പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് വിംബാറാണ് വാങ്ങിക്കാറ്. പിന്നെ ഇത് പേസ്റ്റ് ക്ലോസപ്പാണ് എപ്പോഴും ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ക്ലോസപ്പ് വാങ്ങിച്ചു കേട്ടോ. കോൾഗേറ്റ് ഇതിൽ വില കുറവാണ്, പക്ഷേ ക്ലോസപ്പാണ് ഇഷ്ടം. പിന്നെ ചായപ്പൊടി വാങ്ങിച്ചു. ചായപ്പൊടി റെഡ് ലേബൽ വാങ്ങിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ചായക്ക്. റെഡ് ലേബൽ വാങ്ങിക്കുക. ഞങ്ങളുടെ ഇവിടെ ഉള്ളത് ABT ആണെന്ന് തോന്നുന്നുണ്ട്. ABT വലിയ ടേസ്റ്റ് ഇല്ല, അപ്പോൾ അത് മേടിച്ചത് കാരണം ഉപയോഗിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ റെഡ് ലേബൽ വാങ്ങിച്ചു കേട്ടോ. ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ചായപ്പൊടിയൊക്കെ കുറേ നാളത്തേക്ക് ഉണ്ടാവും. പിന്നെ അതേ കടല 1 കിലോ വാങ്ങിച്ചു. പിന്നെ കൊടംപുളി ഒരു 1/2 കിലോ, 1/4 കിലോണോ 1 കിലോണോ 1/4 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. നല്ലതാണെന്ന് അറിയില്ല, എനിക്ക് നല്ലതാണെന്ന് നോക്കാൻ അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ അതേ ഉള്ളി വാങ്ങിച്ചു 1 കിലോ. ഉള്ളി വാങ്ങിച്ചു. വെളുത്തുള്ളിയുടെ വില കേട്ട് ഞാൻ ഞെട്ടി കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. വെളുത്തുള്ളിയുടെ വില കേട്ട് ഞാൻ ഞെട്ടി. പിന്നെ അതേ ചെറുപയർ വാങ്ങിച്ചു. പിള്ളേരെ ഇതൊക്കെ ഞാൻ ഒലത്താനല്ല വാങ്ങിച്ചത്, ഞങ്ങൾക്ക് അങ്ങനെ ഒലത്തി തിന്നാറില്ല. പിന്നെ ഇപ്പം നോമ്പൊക്കെ തുടങ്ങുമ്പോൾ ഒലത്തോന്ന് അറിയില്ല. ഇതെന്ന് പറയുന്നത് ഞാൻ കഞ്ഞിയിൽ പരിപ്പും ചെറുപയറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ എൻ്റെ മക്കളുടെ വയറ്റിലോട്ട് കയറും. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപയർ കുറച്ച് 1/2 കിലോ വാങ്ങിച്ചിട്ടാണ്. പിന്നെ ഉപ്പ് വാങ്ങിച്ചു. ഉപ്പ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് ഇതിലുള്ള ഒരു പാക്കറ്റ് അതിലുണ്ടാവില്ല. പിന്നെ ഇത് കുരുമുളക് പൊടി മേടിച്ചു. ഉപ്പ് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്, സവാള 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിറയെ സവാളയും ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. അപ്പം അത് ഞാൻ പൊടിപ്പിച്ചെടുക്കുന്നില്ല. അതൊന്നിനി പുറത്ത് വെച്ചിട്ട് ഒന്ന് വെയിലത്ത് ഉണക്കി വെക്കണം എന്നുണ്ട്. അപ്പം അതാകുമ്പോൾ കുറച്ച് നാൾ നിന്നോളും. നമുക്ക് ഇതഴിക്കാം കേട്ടോ. അപ്പം ആ ഒരു ചെറിയ ചാക്കിൽ അത്രേ ഉള്ളൂ. നമുക്ക് ഇതഴിക്കാം, കത്തിയൊന്നും വേണ്ട. ഇതഴിക്കാം. ഇതിലെന്തിട്ടാണ് നോക്കണ്ട. ഇതിൽ നമ്മുടെ പൊടികളാണ്. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പരിപ്പ്, മഞ്ഞപ്പൊടി 1/4 കിലോ ഇല്ല, അങ്ങോട്ടല്ലേ 1/4 ഉള്ളൂ. 1/4 മേടിച്ചുള്ളൂ. അതാണ് 1/4 മേടിച്ചതിൻ്റെ 1/4 മേടിച്ചത്. പിന്നെ അതെ ഇത് കേരശുദ്ധിയുടെ അക്മാർ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ്. ഇത് സൺറിച്ചിന്റെ സൺഫ്ലവർ ഓയിലാണ്. എനിക്ക് ഓയിൽ മേടിക്കണേ. പക്ഷേ സുധിച്ചേട്ടൻ പറയും ഓയിൽ എന്തായാലും ഒരു വീട്ടിൽ വേണം, പപ്പടമൊക്കെ വറുക്കുമ്പോൾ ഓയിൽ കൊണ്ട് വറുക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറെ വറ്റിപ്പോവും, കുറെ നഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയും. കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്, നല്ല ടേസ്റ്റിലിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വെളിച്ചെണ്ണ ഞാൻ കൂടുതലും ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. പണ്ടൊക്കെ മുഴുവൻ ഓയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ മൊത്തം വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, വെളിച്ചെണ്ണ നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും
ഇതും വെളിച്ചെണ്ണയും എത്ര മേടിച്ചിട്ടും കാര്യമില്ല, പെട്ടെന്ന് തന്നെ തീരും. വെളിച്ചെണ്ണയും പഞ്ചസാര വീട്ടിൽ ഭയങ്കര ചിലവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉപ്പ് ഇതിലൊരു ബാറ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പ്, പിന്നെ പഞ്ചസാര പൊട്ടിയാവുമല്ലോ. പഞ്ചസാര വാങ്ങിച്ചൊരു 3 കിലോ വാങ്ങിച്ചു. പഞ്ചസാരയൊക്കെ ഭയങ്കര ചീത്തായൊന്നും പോകില്ല, നമ്മൾ എത്ര മേടിച്ചാലും നമുക്ക് നല്ല തന്നെയാണ്. പിന്നെ സുധിച്ചേട്ടൻ പറഞ്ഞു പായസം മിക്സ് മേടിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ പായസം ലൈറ്റിൻ്റെ സേമിയ പായസം മിക്സ് സുധിച്ചേട്ടൻ്റെ ഒരു പായസം കൊതിയാണ് കായ്സ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സുക്കുറിൻ്റെ ബർത്ത്ഡേക്ക് പാലടയാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു പാലട മേടിക്കേണ്ടി സേമിയ വാങ്ങിച്ചാൽ സേമിയ വാങ്ങിച്ചു. പിന്നെന്താ പച്ചിരി 2 കിലോ കൊണ്ടു. 2 കിലോ പച്ചിരി ഇട്ടാം. 2 കിലോ പച്ചിരി വാങ്ങിച്ചു. അതുപോലെ തന്നെ ഇതെനിക്ക് വലിയൊരു ഉറപ്പില്ല കേട്ടോ, നല്ലതാവോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് മേടിക്കണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അരിപ്പൊടി ഞാൻ എപ്പോഴും നമ്മൾ ജംഗ്ഷനിൽ നിന്ന് നന്മയുടെ അരിപ്പൊടിയാണ് വാങ്ങിക്കുക. അപ്പോൾ അധികം വിലയുമില്ല, പക്ഷെ അടിപൊളി നൂലപ്പവും പുട്ടും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. 2 കിലോ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാവുമോ പറഞ്ഞൂടാ. റോസ്റ്റഡ് അരിപ്പൊടിയാണ്, പക്ഷേ ലൂസ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഈ പാക്കറ്റിൻ്റെ വിലയൊക്കെ തന്നെ എടുക്കും, ഭയങ്കര വിലയാണ്. പിന്നെ നമ്മൾ റവ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ചോറും തിന്നണമെന്നില്ല. അപ്പോൾ മാവൊക്കെ എനിക്ക് കൂടുതൽ വരാം, അത് വാങ്ങിച്ചു. പിന്നെ എന്താ ലൈസോളല്ലോ ഹാർപ്പിക്കിൻ്റെ കൂടെ ഡോക്ടർ കെയർ എന്ന് പറഞ്ഞൊരു ഹാർപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഹാർപ്പിക്കിൻ്റെ പോലത്തെ സാധനം, അതിൻ്റെ കൂടെ ലൈസോളിൻ്റെ പൊട്ടത്തൊരു സാധനം കൂടെ ഇതൊരുമിച്ച് കിട്ടും. buy 1 get 1 ഫ്രീ ആണ്. അപ്പോൾ ഇതിനൊക്കെ വില കുറവാണ്. അപ്പോൾ അത് കാരണം സൂചിച്ചേട്ടൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തത്. പിന്നെ ഒരു പ്രില്ലെടുത്തു. ഞങ്ങൾ ബാത്റൂമൊക്കെ ചിലപ്പോൾ വൃത്തി കഴുകാറുണ്ട് കേട്ടോ. പാത്രം കഴുകാനായിട്ട് എടുക്കാറില്ല, ബാത്റൂം പ്രില്ലിലൊക്കെ കഴുകാറുണ്ട്. പിന്നെ ഇതെന്താ നമ്മുടെ മെയിൻ ആട്ടപ്പൊടി. ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ആട്ടപ്പൊടി ലൂസാണ്. നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ആശീർവാദ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ മേടിക്കാറ്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെ ഉണ്ടായാലും ഉപയോഗിക്കുന്നത്, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തിരുനൂല്, അത് ലൂസായിട്ട് മേടിച്ചത് എന്താണെന്നറിയില്ല. ഈ തിരുനൂല് അങ്ങനെ മേടിച്ചു. ഞാനത് ചന്ദനത്തിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയുള്ള സാധനം എന്ന് പറയുന്നത് അരിയാണ്. ആശീർവാദില്ലേ ചെറുമണിയിലെ ആശീർവാദിൽ 10 കിലോ വാങ്ങിച്ചു കേട്ടോ. ഇത് പൊക്കാൻ എനിക്ക് പറ്റും. ഞാൻ കാണിച്ചു കാണുന്ന പോലെയല്ല ഗൈസ്, ആരോഗ്യമില്ല. അമ്മേ നമ്മുടെ അരി. അപ്പോൾ 10 കിലോ അരി. അപ്പം നമ്മുടെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മുടെ ഇത്രയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത്രയും പോരെ നമ്മുടെ ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരുമാതിരി എല്ലാ സാധനങ്ങളും നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോട്ടപ്പുറം ചന്തയിൽ മേടിച്ചോട്ടെ. നമ്മൾ കടക്കാർ വാങ്ങിക്കുന്ന അതേ വിലയിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഇതിപ്പോൾ ഒരു 10,000-3000 രൂപ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു സാധാരണ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിന് ശരിക്കും ഒരു 4500-5000 രൂപ വരും. ഇതിന് ഏകദേശം ഒരു 3000 രൂപ അറൗണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ അപ്പുറത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഇതിനൊരു 4000-5000 രൂപ വരും. അപ്പോൾ കാശുണ്ടെങ്കിൽ ഇതേപോലെ മേടിക്കുന്നത് ലാഭമായിരിക്കും. ഞാൻ കഴിഞ്ഞ 2 മാസം ഒന്നും മേടിച്ചിട്ടില്ല, കാരണം നമ്മുടെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മേടിക്കാൻ തിരിച്ചു. പിന്നെ വീഡിയോ കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് മേടിച്ചത്. അപ്പം പിന്നെ ഇനി പയ്യോ സൂചിച്ചായിട്ട് ഉപ്പില്ല, മുളക് പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല, കുരുമുളക് പൊടിയില്ല, അവയൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് തേങ്ങ ഇനി അപ്പം മേടിക്കണം. അതേപോലെ തന്നെ പച്ചക്കറികൾ, മീൻ, പാല്, ഇതൊക്കെയാണ് ഇനി കടയിൽ നിന്ന് മേടിക്കേണ്ടുള്ളൂ. ഇനി 1-1.5 മാസത്തേക്ക് ഇതും കൊണ്ടൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണയും പഞ്ചസാരയും ഞാൻ ഇച്ചിരി അധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. കുറച്ച് കുറക്കണം, വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കുറക്കണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കുറേ ഇങ്ങനെ ഒഴിക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇങ്ങനെ അളവില്ലാണ്ട് ഒഴിച്ച് കളയും വെളിച്ചെണ്ണ. പക്ഷെ നല്ല ടേസ്റ്റ് ആണെങ്കിലും
ഇനി കുറച്ച് കുറക്കണം. കാരണം സാധനത്തിൻ്റെ വില ഒരുപാട് കൂടുകയാണ്. പിന്നെ നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് ഒക്കാത്ത വിലയാണ്. 375 രൂപ ഈ ഒരു വെളുത്തുള്ളിക്ക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇടാണ്ട് ഇങ്ങനെ ഒരു ചിക്കൻ കറി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചത് നമുക്ക് തന്നെ ഗുണമാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് തന്നെ. ഇവിടെ നിന്ന് കടക്കാരൊക്കെ നമ്മുടെ കോട്ടപ്പുറം ചന്തയിൽ നിന്നാണ് ഒരുമാതിരി എല്ലാ കടക്കാരും മേടിക്കുന്ന ആ ഒരു റീജിയനുള്ളത്. അപ്പോൾ അത് തന്നെ. അപ്പോൾ അത്രയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞല്ലേ ഏകദേശം ഒരു 3200 സംതിങ് രൂപയാണ് ഇതിനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീഡിയോയിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഇരിക്കുന്നത്. എൻ്റെ മുടിയുടെ ഇതെന്താണ് ഇത്രയും നീളം എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ എല്ലാ മുടിയുടെയും നീളം ഇത്രേ ഉള്ളൂ. ഈ മുടിക്ക് മാത്രം എന്താണ് ഇത്രയും നീളം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും മറ്റേ ചേട്ടൻ വെട്ടാൻ മറന്നുപോയതാണോന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ചൂടെടുത്ത് പുഴുങ്ങുകയാണ് ഗൈസ്. തുമ്പിമോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഈ വീഡിയോ തീർത്തേ പറ്റുള്ളൂ. കാരണം ഈ ചാക്ക് സൂചിച്ചേട്ടൻ വരുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും. അപ്പോൾ സൂചിച്ചേട്ടൻ തന്നെ ഇത് എടുത്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തുമ്പിനെ ഉറക്കിയിട്ട് അപ്പം തന്നെ വന്നിട്ട് ഈ വീഡിയോ എടുത്തേ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.